പക്ഷേ എൻ്റെ മോൻ ആ സമയത്ത് ഇപ്പം ഞാൻ ഇത് ചിരിച്ചുകൊണ്ട് പറയുന്നല്ലേ, ആ സമയത്ത് ഈ ഒരു വള്ളി എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ വന്ന് വീടിൻ്റെ ഡോറ് തല്ലിപ്പൊളിച്ച് ഒരു 5-10 പോലീസുകാർ, 2 വണ്ടി പോലീസുകാർ പിടിച്ച് വലിച്ചയച്ച് കൊണ്ടുപോയി. ഞാൻ ലൈവായിരുന്നു ആ സമയത്ത്. എനിക്കറിയാം ഇവന്മാർ പണി തരാൻ വരുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ലൈവ് തുറന്നു വെച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്യാണ്ട് തന്നെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ പബ്ലിസിറ്റിക്ക് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തോ കേസ് മറക്കാനോ വേറെ എന്തോ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. അപ്പോൾ അത് മുങ്ങുമല്ല ഇങ്ങനൊരു കേസ് വാർത്തയിലേക്ക് വരുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തോ പരിപാടിയാണെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പം ഡോറിന് സൗണ്ട് ഒച്ചപ്പാടും വെള്ളം കേട്ടപ്പോൾ തന്നെ ഞാൻ ലൈവ് ഓണാക്കി വെച്ച്. അങ്ങനെ പോലീസുകാർ വന്ന ഒരു മഫ്തിയിൽ കുറച്ച് ആൾക്കാർ, അധികം ആൾക്കാരും യൂണിഫോം ഇല്ലാത്ത ആൾക്കാരാണ്. അല്ല, യൂണിഫോം ഉണ്ട്, ബൂട്ട്സ് ഉണ്ടായിരുന്നു, യൂണിഫോം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 5-10 ആൾക്കാർ ഒരുമിച്ച് കയറി വന്ന് അതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഫുള്ളി ഞാൻ പേര് പറയുന്നില്ല, മാൻ ഒരു തല്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ആ സമയത്ത് എൻ്റെ മുടി മറ്റേതായിരുന്നു, വലിയ റെഡ് ലോക്സ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇവർക്കെന്തോ എന്നെ ഒരു നികൃഷ്ട ജീവിയായിട്ട് തോന്നുന്നുണ്ടോ, ഒരു പാറ്റയോ ഒരു കൂറയെല്ലാം പോലെ ഇങ്ങനെ 2 കൊമ്പലായിട്ട്. അപ്പോൾ ഇത് രണ്ടും പിടിച്ച് വലിച്ചിട്ടാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതായത് എൻ്റെ തല ആ മുടി പിടിക്കാൻ നല്ല ഗ്രിപ്പാന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അത് പിടിച്ച് വലിച്ചയച്ചിട്ടാണ് എന്നെ ജീപ്പിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ കുറേ തല്ലി അവിടെ ഇട്ട് തന്നെ തല്ലി. അതായത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അധികം പെരുമാറിയില്ല, അവിടെ ഇട്ടിട്ട് തന്നെ നല്ല തല്ലി പിടിച്ച് കൊണ്ടുപോയി. ഞാൻ അവിടെ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന പണ്ടത്തെ 3 കൊല്ലം മുന്നുള്ള വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ കാണാം. അങ്ങനെ ഞൊണ്ടിട്ട് നടക്കുന്നത്, കാലെല്ലാം പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാൻ ചിരിച്ചിട്ട് പറയുന്നത് നോക്കണ്ട, ആ സമയത്ത് ഭയങ്കര ട്രോമയായിരുന്നു. അതൊരു ആലോചിക്കുമ്പോൾ തന്നെ ഒരു അവസ്ഥയാണത്. അങ്ങനെ എന്താ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു ദിവസം ഫുള്ള് അവിടെ സെല്ല്, പിന്നെ കുറേ ഇൻ്ററഗേഷൻ, അങ്ങനെ കുറേ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ജാമ്യത്തിൽ ഇറങ്ങി. ഇപ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനത്തെ സിറ്റുവേഷൻ വരില്ലായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും അറിയില്ല, എനിക്ക് സീറോ കണക്ഷൻസ് അല്ലെങ്കിൽ സീറോ, എനിക്ക് വക്കീലില്ല, ഒന്നുമില്ല. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നതിന് മുന്നേ അവരെന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. മനസ്സിലായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമയത്താണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ആ ടൈമിൽ എനിക്ക് തന്നെ തോന്നിപ്പോയി, അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ, അങ്ങനെ എനിക്ക് തന്നെ തോന്നിപ്പോയി, ഞാൻ എന്തൊരു ക്രൈം ചെയ്തെന്നുള്ളൊരു തോന്നലൊന്നും പോയി.